ദിവസമായി നമ്മൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ രണ്ട് അനാലിസിസ് ടൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, CPM, PERT. ഇതിൽ രണ്ടിലും നമ്മൾ പ്രോജക്റ്റ് ഡ്യൂറേഷനാണ് നമ്മുടെ ഒരു നമ്മൾ അനലൈസ് ചെയ്തൊരു ഒരു ഫാക്ടറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പാരാമീറ്റർ എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഡ്യൂറേഷനാണ്. സോ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഡ്യൂറേഷനും അതിൻ്റെ എല്ലാം കൂടി ക്ലബ് ചെയ്ത് നമ്മൾ മെയിൻ പ്രോജക്റ്റ് ഡ്യൂറേഷൻ, എക്സ്പെക്റ്റഡ് ടൈം ടു കംപ്ലീറ്റ് ഡ്യൂറേഷൻ, അതിൻ്റെ പ്രോബബിലിറ്റി, അതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ടൈം മാത്രമല്ല, എപ്പോഴും ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഡ്യൂറേഷൻ മാത്രമല്ല, അതിനുള്ള എക്സ്പെൻസ് അല്ലേ, അതിൻ്റെ കോസ്റ്റും വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആൻഡ് നമ്മളീ പറഞ്ഞ ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പാരാമീറ്ററുമാണ് അല്ലേ. പ്രോജക്റ്റ് ഡ്യൂറേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ടൈമിനേക്കാളും കൂടി പോവുകയാണെങ്കിൽ അതനുസരിച്ച് കോസ്റ്റും കൂടും അല്ലേ. അതല്ല, നമുക്ക് ഒരു മിനിമം ഡ്യൂറേഷനിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ ഡ്യൂറേഷനിൽ തീർക്കണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി കോസ്റ്റ് നമ്മളവിടെ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂറേഷൻ കുറയ്ക്കാം. ഓക്കെ, സോ എപ്പോഴും കോസ്റ്റ് ആൻഡ് ടൈം പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സാണ്. സോ നമ്മൾ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേഷനെ പറ്റിയുള്ള ഡേറ്റാസാണ് നമ്മൾ PERTലും CPMലും വഴി കാൽക്കുലേറ്റ് ചെയ്തതും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് അനാലിസിസ് ആണ്. സോ കോസ്റ്റ് അനാലിസിസിൽ വരുന്ന ചില ടേംസും ഡെഫിനിഷൻസും കോസ്റ്റ് അനാലിസിസ് പ്രൊസീജിയറുമാണ് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. സോ ആ ഡെഫിനിഷൻസ് ഒന്ന് നോട്ട് ചെയ്തോളാം. നോർമൽ ടൈം എന്ന് പറയുന്നത് നോർമലി ഒരു ആക്ടിവിറ്റി നോർമൽ കണ്ടീഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് നോർമൽ ടൈം. ദെൻ ക്രാഷ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് പോസിബിൾ ആക്ടിവിറ്റി ടൈം. അതായത് ഒരു ആക്ടിവിറ്റീനെ അതിൻ്റെ നോർമൽ ടൈം, നോർമൽ കണ്ടീഷൻസിൽ അത് എടുക്കാവുന്ന ടൈമിനേക്കാളും നമ്മൾക്ക് എത്രയായിട്ട് കുറയ്ക്കാം, ആ ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയും ഓവറോൾ പ്രോജക്റ്റ് ഡ്യൂറേഷനെ അത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്രാഷിംഗ് എന്ന് വിളിക്കുന്നത്. ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ എടുക്കുന്ന ആ ഷോർട്ടസ്റ്റ് ടൈം അല്ലെങ്കിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന പീരീഡിനെയാണ് നമ്മൾ ക്രാഷ് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ക്രാഷിംഗ് എന്താണ്? ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീനെ, മെയിൻലി ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ ഡ്യൂറേഷൻ കുറച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സാണ്. ഡ്യൂറേഷൻ കുറച്ചിട്ട് ഓവറോൾ പ്രൊജക്റ്റ് ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രാഷിംഗ്. ഓക്കെ, സോ ആ ക്രാഷിങ്ങിന് ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ CPMലൊക്കെ ചെയ്ത പോലെ പെർട്ടിക്കുലർ പ്രൊസീജിയറുണ്ട്. ഇപ്പോൾ ക്രാഷ് ടൈം എന്താണെന്ന് പറയുക, നമ്മൾ റെഡ്യൂസ് ചെയ്യുന്ന ആ ടൈം പീരീഡാണ് ക്രാഷ് ടൈം. ദെൻ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, കോസ്റ്റ് വേഴ്സസ് ടൈം ഗ്രാഫാണ്. ഞാൻ പറഞ്ഞു കോസ്റ്റും ടൈമും പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സാണെന്ന്. സോ കോസ്റ്റ് വേഴ്സസ് ടൈം കർവ് വരയ്ക്കുമ്പോൾ നമ്മൾ നോർമൽ കോസ്റ്റും ക്രാഷ് കോസ്റ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോർമൽ ടൈമും ക്രാഷ് ടൈമും. നോർമൽ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റാണ് നോർമൽ കോസ്റ്റ്. ക്രാഷ് ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റാണ് ക്രാഷ് കോസ്റ്റ്. നോക്കിക്കേ, ക്രാഷ് കോസ്റ്റ് എപ്പോഴും നോർമൽ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. ബിക്കോസ് നോർമലി അത് തീരേണ്ട പീരീഡിനേക്കാളും നമ്മൾ ഫോഴ്സ് ചെയ്ത് ആ പീരീഡ് കുറയ്ക്കുവാണ്. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കോസ്റ്റ് ഇൻപുട്ട് അവിടെ കൊടുത്തിരിക്കണം അല്ലേ. 2 ദിവസം കൊണ്ട് തീരേണ്ട ഒരു ജോലി നമ്മൾ എക്സ്ട്രാ ഒരു 5 ലേബേഴ്സിനെ ആഡ് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ ആ 5 ലേബേഴ്സിൻ്റെ വേജസ് എന്ന് പറയുന്നത് എക്സ്ട്രാ കോസ്റ്റാണ്. ഓക്കെ, സോ അത് നമ്മുടെ ക്രാഷ് കോസ്റ്റായിട്ട് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, സോ ക്രാഷ് കോസ്റ്റ് എപ്പോഴും നോർമൽ കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. സോ അത് രണ്ടിനെ റിലേറ്റ് ചെയ്തേക്കുന്ന കർവ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. അതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദി ഇൻക്രീസ് ഇൻ കോസ്റ്റ് പെർ യൂണിറ്റ് ടൈം സേവ്ഡ് ബൈ ക്രാഷിംഗ് നടത്താൻ വേണ്ടി നമ്മൾ ടൈം റെഡ്യൂസ് ചെയ്തിട്ടാണല്ലോ ക്രാഷിംഗ് നടത്തുന്നത്. അപ്പോൾ യൂണിറ്റ് ടൈം റെഡ്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻക്രീസിനെയാണ് നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് എന്നതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. ഓക്കെ, ആ ഇക്വേഷനിൽ സിമ്പിളായിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം.
ഇതാണ്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ആക്ടിവിറ്റി 4 ഡേയ്സിൽ നോർമലി കംപ്ലീറ്റ് ചെയ്യാൻ 500 റുപ്പീസ് എടുക്കും. 2 ഡേയ്സിൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അഡീഷണൽ 700 റുപ്പീസ് നമുക്ക് കൊടുക്കേണ്ടി വരും. ദെൻ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആണ് നമ്മുടെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു യൂണിറ്റ് ടൈം റെഡ്യൂസ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര എക്സ്ട്രാ കോസ്റ്റ് വരുന്നു, ദാറ്റ് ഈസ് ദ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സ്ലോപ്പ്. സോ ഇവിടെ നമുക്ക് ക്രാഷ് കോസ്റ്റും തന്നിട്ടുണ്ട്, നോർമൽ കോസ്റ്റും തന്നിട്ടുണ്ട്, അല്ലേ? റെഡ്യൂസ് ചെയ്തപ്പോൾ ഉള്ള കോസ്റ്റും നോർമൽ കോസ്റ്റും ഡിവൈഡഡ് ബൈ നോർമൽ ടൈം തന്നിട്ടുണ്ട് 4 ഡേയ്സ്, ക്രാഷ് ടൈമും തന്നിട്ടുണ്ട് 2 ഡേയ്സ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ യൂണിറ്റ് ടൈം, അപ്പോൾ ഇവിടെ ഡേയ്സിലാണ് പറഞ്ഞേക്കുന്നത് ടൈം, അപ്പോൾ പെർ 1 ഡേ എത്ര എക്സ്ട്രാ കോസ്റ്റ് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. മീനിങ് എന്താണ്? 1 ഡേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡ്യൂറേഷനിൽ നിന്ന് 1 ഡേ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 100 റുപ്പീസ് പെർ ഡേ എക്സ്പെൻസ് വരും. ഓക്കെ, ദെൻ ഈ ക്രാഷിംഗ് പ്രൊസീജിയർ, ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പ്രോബ്ലത്തിൽ ക്രാഷിംഗ് ചെയ്യാനായിട്ട് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ സീരീസിന് ചോദിച്ചിട്ടില്ല, പക്ഷേ ക്രാഷിംഗ് പ്രൊസീജിയർ സീരീസിന് വേണ്ടി നിങ്ങൾ പഠിക്കണം കേട്ടോ. സോ പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നിന്നാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. നോർമൽ ടൈമും ക്രാഷ് ടൈമും മാർക്ക് ചെയ്യണം. സോ അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഏർലിയസ്റ്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ടൈം ഫോർ ഓൾ ആക്ടിവിറ്റീസ്. അതിനുശേഷം ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. അവിടെ വരെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പ്രൊസീജിയർ തന്നെയാണ്, അല്ലേ? CPM-ലും ബോട്ടിലും ചെയ്യാറുള്ള കാര്യങ്ങളാണ്. ദെൻ അതിന് കണ്ടുപിടിച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് കോസ്റ്റ് സ്ലോപ്പ്, എല്ലാ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ക്രാഷ് ടൈം, ക്രാഷ് കോസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ടാവും. സോ അത് വെച്ചിട്ട് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ക്രാഷ് സ്ലോപ്പ്, കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ആ സ്ലോപ്പിൻ്റെ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഈ ആക്ടിവിറ്റീസിനെ ഒന്ന് റാങ്ക് ചെയ്യണം. ഓക്കെ, അതായത് ഒരു ആക്ടിവിറ്റിക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ച ഈ കോളം നോക്കിക്കുക, സെക്കൻഡ് കോളം, അതിൽ കോസ്റ്റ് സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ആക്ടിവിറ്റിക്ക് നമ്മൾ 1 എന്ന റാങ്ക് കൊടുത്തു. അതിനേക്കാളും കൂടിയത് 2, അതിനേക്കാളും കൂടിയതിന് 2 ഉണ്ട്. ഇപ്പോൾ 2ന് സെയിം റാങ്ക് 3. അങ്ങനെ നമ്മൾ റാങ്കിങ് കൊടുക്കുക, 1, 2, 3 അസെൻഡിങ് ഓർഡറിൽ റാങ്കിങ് കൊടുക്കുക. ഓക്കെ, അതാണ് 4th സ്റ്റെപ്പ്. ദെൻ കോസ്റ്റ് കണ്ടുപിടിച്ച് റാങ്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ടാബുലർ കോളം വരയ്ക്കുക. അതിൽ എന്തൊക്കെ വേണം? നോർമൽ ടൈം, ക്രാഷ് ടൈം, കോസ്റ്റ് സ്ലോപ്പ്, റാങ്ക്, ഇത്രയും എസ്റ്റിമേറ്റ് ചെയ്യുന്ന, ഇത്രയും കാണിക്കുന്ന ഒരു ടേബിൾ വരയ്ക്കുക. ദെൻ നമ്മൾ ലോവസ്റ്റ് റാങ്കുള്ള, അതായത് ഇപ്പോൾ ഫസ്റ്റ് റാങ്കുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്തിട്ട് വി വിൽ ചെക്ക് വെദർ ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഓർ നോട്ട്. ക്രിട്ടിക്കൽ ആണോ എന്ന് നോക്കുക. ക്രിട്ടിക്കൽ ആണെങ്കിൽ വി ക്യാൻ ക്രാഷ് ദ ആക്ടിവിറ്റി, അല്ലേ? ഞാൻ പറഞ്ഞു എന്താണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഇമ്പോർട്ടൻസ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ഓവറോൾ പ്രോജക്റ്റ് ഡ്യൂറേഷനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും, അല്ലേ? ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ കൂടുകയാണെങ്കിൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ കൂടും. ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കുറയുകയാണെങ്കിൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ കുറയും. സോ നമ്മൾ ക്രിട്ടിക്കൽ ആണോ എന്ന് കൺഫേം ആക്കിയതിന് ശേഷം വി വിൽ ക്രാഷ് ദാറ്റ് ആക്ടിവിറ്റി. ക്രാഷ് ദാറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ വി ക്യാൻ ഗോ ടു ദി നെക്സ്റ്റ് റാങ്ക്. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് ഉള്ള ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അത് അവിടെ വിട്ടിട്ട് നമുക്ക് സെക്കൻഡ് റാങ്കുള്ള ആക്ടിവിറ്റീനെ എടുക്കാം. എന്നിട്ടത് ക്രിട്ടിക്കൽ ആണെങ്കിൽ അതിനെ ക്രാഷ് ചെയ്യാം. ക്രാഷ് ചെയ്യാൻ മീൻസ് അതിൻ്റെ ഡ്യൂറേഷനെ കുറയ്ക്കാം. ദെൻ ഓവറോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക വിത്ത് ദി ക്രാഷ് ടൈം. നമ്മൾ ക്രാഷ് ചെയ്ത ഡ്യൂറേഷൻ വെച്ചിട്ട് ഓവറോൾ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ എല്ലാ ആക്ടിവിറ്റീസും, ക്രിട്ടിക്കൽ പാത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ക്രാഷ് ചെയ്യാം. ഓക്കെ, അതാണ് ക്രാഷിങ്ങിൻ്റെ പ്രൊസീജിയർ. സോ 8 സ്റ്റെപ്പ് ഉണ്ട്. അത് ഒന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഈ സ്ലൈഡിൽ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. വരയ്ക്കുക, നോർമൽ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക, റാങ്ക് കണ്ടുപിടിക്കുക, ദെൻ ഓരോ ആക്ടിവിറ്റീസായിട്ട് ക്രാഷ് ചെയ്യുക. പ്രോബ്ലം നമുക്ക് ക്ലാസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. സോ ക്രാഷിങ്ങിൻ്റെ പ്രൊസീജിയർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറഞ്ഞ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറഞ്ഞ് നമുക്ക് ക്ലാസ്സിൽ കളയേണ്ട സമയം
പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഇടുന്നത്. സീരീസിന് വേണ്ടിയിട്ട് ഇത് പഠിക്കണം കേട്ടോ. കോസ്റ്റ് അനാലിസിസ് എന്താണ്, കോസ്റ്റ് സ്ലോപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്രാഷ് കോസ്റ്റും ക്രാഷ് ടൈമും. സോ നമ്മൾ ഈ അഡീഷണൽ കോസ്റ്റ് അല്ലേ നമ്മൾ കൊടുക്കുന്നു പറയുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രാഷ് കോസ്റ്റ് എന്തൊക്കെ കൊണ്ടുണ്ടാവാം? സോ അഡീഷണൽ കോസ്റ്റ് മേ ബി ഡ്യൂ ടു ഹയറിങ് എക്സ്ട്രാ ലേബേഴ്സ്, മെഷീനറീസ്, വർക്കിംഗ് ഓവർ ടൈം. ഇതിനെല്ലാം കൊണ്ട് ക്രാഷിങ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാം അല്ലേ. ക്രാഷിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിന് വേണ്ടിയും എക്സ്പെൻസ് ഉണ്ടാവും. സോ പിന്നെ ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് എന്നുണ്ട്. ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദി അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് പെർ യൂണിറ്റ് ടൈം. നമ്മൾ പറഞ്ഞല്ലോ കോസ്റ്റ് സ്ലോപ്പ്, അത് തന്നെയാണ് ആക്ടിവിറ്റി കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓരോ ആക്ടിവിറ്റിക്കുമാണ് നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. സോ ക്രാഷിംഗ് എന്താണ്, ക്രാഷിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് പഠിച്ചേക്കാം. ഇനിയുള്ളത് വേറൊരു ടോപ്പിക്കാണ്, ഒരു ചെറിയൊരു തിയറി ടോപ്പിക്കാണ്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിഡൻഡൻസിയാണ്. റിഡൻഡൻസി എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ റിഡൻഡൻസി എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകാവുന്ന ഒരു ഒരു പ്രൊസീജിയറാണ്. ആക്ച്വലി സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ ടെർമിനേഷൻ പ്രൊസീജിയറാണ് റിഡൻഡൻസി. അതിന് പ്രത്യേക ഒരു റീസൺ ഉണ്ട്, ഡ്യൂ ടു ദി എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. സോ എക്കണോമിക് കണ്ടീഷൻസിൻ്റെ പ്രഷർ കൊണ്ട് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. സോ റിഡൻഡൻസി ആക്ച്വലി വർക്ക് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യും. അവിടെ ആക്ച്വലി നമ്മൾ ഒരാൾ ജോലി ചെയ്യുന്നു, അയാളെ പറഞ്ഞു വിടുന്നു, പകരം ഒരാളെ എടുക്കുന്നു, അതല്ല റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരു ഡെസിഗ്നേഷൻ തന്നെ ഇല്ലാതാക്കുകയാണ്. അതായത് ഒരു ജോബ് പ്രൊഫൈല് ഒരാളുടെ ഡെസിഗ്നേഷൻ, ആ പോസ്റ്റ് തന്നെ എടുത്ത് കളയുന്ന ഒരു പ്രൊസീജിയറാണ് റിഡൻഡൻസി. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കോച്ചിങ് സെൻ്ററാണെന്ന് വിചാരിക്കുക, ഒരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററാണ്. അവിടെ ടെക്നിക്കൽ കോർഡിനേറ്റർ എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. സോ അവർ ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിലേക്കും ഡിഫറെൻറ്റ് ബാച്ചസ് ഉണ്ട്, ഡിഫറെൻറ്റ് ബാച്ചിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. ഇവർക്കെല്ലാം ക്ലാസ് എടുക്കേണ്ട സ്റ്റാഫിനെ അസൈൻ ചെയ്യുക, ഇവർക്കുള്ള സബ്ജക്റ്റ് അലോക്കേഷൻ ചെയ്യുക, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, ദെൻ ക്ലാസ് ടൈം അറേഞ്ച് ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ടെക്നിക്കൽ കോർഡിനേറ്റർ എന്ന് പറയുന്ന ആൾ ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഗ്രാജുവലി നമ്മുടെ കോച്ചിങ് സെൻറ്റർ വളർന്നതനുസരിച്ച് ഇവർ എന്ത് ചെയ്തു, ഓരോ ക്ലാസ്സിലേക്കും ഓരോ ക്ലാസ് ടീച്ചറിനെ, നമ്മുടെ അഡ്വൈസേഴ്സ് പോലെ ഓരോ ക്ലാസ് ടീച്ചറിനെ അസൈൻ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ടെക്നിക്കൽ കോർഡിനേറ്റർ ചെയ്തിരുന്ന ജോലികളെല്ലാം ആര് ചെയ്യാൻ തുടങ്ങി? ക്ലാസ് ടീച്ചർ ചെയ്യാൻ തുടങ്ങി അല്ലേ. ഒരു ക്ലാസ്സിനുള്ള സബ്ജക്റ്റ് അലോക്കേഷൻ ചെയ്യുക, ടീച്ചേഴ്സിനെ അലോക്കേറ്റ് ചെയ്യുക, അവരുടെ കോർഡിനേഷൻ എല്ലാം ഓരോരോ ക്ലാസ് ടീച്ചേഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആക്ച്വലി എന്തായി, ഈ ടെക്നിക്കൽ കോർഡിനേറ്റർക്ക് അവിടെ റോൾ ഇല്ലാതെയായി. ഓക്കെ, ദെൻ the organization can remove him from the position, അല്ലെങ്കിൽ ആ ഡെസിഗ്നേഷൻ ഇല്ലാതാക്കാൻ പറ്റും. ദാറ്റ് ഈസ് a kind of redundancy. ഓക്കെ, റിഡൻഡൻസി എന്താണെന്ന് ക്ലിയർ ആയോ? സോ റിഡൻഡൻസി 2 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. വോളണ്ടറി റിഡൻഡൻസി ഉണ്ട്, കമ്പൽസറി ഉണ്ട്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി ഒരു എക്കണോമിക് സിറ്റുവേഷൻ ക്രൈസിസ് ഫേസ് ചെയ്യുവാണ്. സോ കമ്പനി അനൗൺസ് ചെയ്യുന്നു ലൈക്ക് വി ആർ പ്രൊമോട്ടിങ് റിഡൻഡൻസി. സോ നമുക്ക് വോളണ്ടറി ആയിട്ട് ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വന്ന് ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞ് എംപ്ലോയീസിന് അത് ടേക്ക് ചെയ്യാം.
ടേക്കപ്പ് ചെയ്യാം. അതുപോലെ കമ്പൽസറി റിഡൻഡൻസി ആണെങ്കിൽ ആരാണ് പോകേണ്ടതെന്ന് എംപ്ലോയർ ഡിസൈഡ് ചെയ്തിട്ട് അയാളെ മാത്രം പുറത്താക്കുന്നു. ദെൻ റീസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മേ ബി ഡ്യൂ ടു ന്യൂ ടെക്നോളജി. ഇപ്പോൾ നമ്മൾ മാനുവലി ഇപ്പോൾ ഈ പ്രിൻറ്റിങ് പ്രോസസ്സൊക്കെ എടുക്കാം. പണ്ട് മാനുവൽ പ്രോസസ്സായിരുന്നു അല്ലേ. ഇപ്പോൾ ഒരു മാനുവൽ ലേബർ അതിന് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അല്ലേ. ഒരു സിംഗിൾ പേഴ്സൺ കൊണ്ട് ഒരു പ്രസ് അല്ലെങ്കിൽ അത് ജസ്റ്റ് ഡയറക്റ്റ് ഇലക്ട്രോണിക് പ്രിൻ്ററിലേക്ക് കൊടുത്താൽ മാത്രം മതി. അല്ലെ ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു മാനുവൽ ലേബറിൻ്റെ ആവശ്യം അവിടെ കുറഞ്ഞു. സോ അതുപോലെ പുതിയ പുതിയ ടെക്നോളജീസ് വരുന്തോറും മാനുവൽ ലേബേഴ്സിനെ അവരുടെ റോൾ ഇല്ലാതാവുമ്പോൾ അവരെ മാറ്റാം. അതൊരു റീസണാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ആ ടെക്നിക്കൽ കോർഡിനേറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ അയാൾ എന്തിനാണോ ജോയിൻ ചെയ്തത്, അപ്പോയിൻറ്റ് ചെയ്തത്, ആ റോൾ അവിടെ ഇല്ലാതെയായി. ഓക്കെ, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആ റോൾ. അപ്പോൾ അയാളെ റിഡൻഡൻസി വഴി പുറത്താക്കാം. ദെൻ എംപ്ലോയർക്ക് അയാളുടെ സ്റ്റാഫിൻ്റെ നമ്പറും അവർക്ക് കൊടുക്കുന്ന സാലറിയും ഒന്ന് കട്ട് ഷോർട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് റിഡൻഡൻസി അപ്ലൈ ചെയ്യാം. ദെൻ അതല്ല, ബിസിനസ് ക്ലോസ് ചെയ്യാൻ പോവാണ്, അപ്പോഴും നമുക്ക് റിഡൻഡൻസി വഴി ആൾക്കാരെ പറഞ്ഞു വിടാം. ദെൻ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ടേക്ക് ഓവർ ചെയ്യുവാണ്, വേറെ ഏതെങ്കിലും ഒരു ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ റിഡൻഡൻസി അപ്ലൈ ചെയ്യാം. അതല്ല, എക്കണോമിക് കണ്ടീഷൻ ബാഡ് ആവുകയാണ്, എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ച് റിഡൻഡൻസി അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ റിഡൻഡൻസിയുടെ സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ ആരെയാണ് പുറത്താക്കേണ്ടത്, കമ്പൽസറി റിഡൻഡൻസി ആണെങ്കിൽ ആരെയാണ് പുറത്താക്കേണ്ടതെന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അറ്റൻഡൻസ് റെക്കോർഡാണ്. അയാൾ റെഗുലറായിട്ട് വന്നിരുന്നോ അല്ലയോ നോക്കാം. ബിക്കോസ് നമുക്കൊരു ചോയ്സ് ഉണ്ടാവുമല്ലോ, ഒരേ ജോലി ചെയ്യുന്ന കുറേ പേരുണ്ടെങ്കിൽ അവരിൽ ആരെ പുറത്താക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറ്റൻഡൻസ് റെക്കോർഡ് നോക്കും, ഡിസിപ്ലിനറി റെക്കോർഡ് നോക്കും, അയാളുടെ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് നോക്കും, അതുപോലെ വർക്ക് പെർഫോമൻസ്. അതായത് ഇപ്പോൾ ഇവൻ അറ്റൻഡൻസ് ഒക്കെ പൂറാണെങ്കിലും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്, അയാൾ നഷ്ടപ്പെടുന്നത് ഓർഗനൈസേഷൻ ഒരു ലോസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ വർക്കിൻ്റെ സക്സസ്. ദെൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യും, ആരെയാണ് റിഡൻഡൻസി വഴി പുറത്താക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യും. അയാളുമായിട്ടൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ ഉണ്ട്. ദെൻ ഒരു ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് അയാൾക്ക് സജസ്റ്റ് ചെയ്യും, ഒരു ഡിസ്മിസൽ പ്രൊസീജിയറും, അയാൾക്ക് റിഡൻഡൻസി പേയും കിട്ടും. അപ്പോൾ റിഡൻഡൻസി വഴി പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്മിസൽ അല്ല, റിഡൻഡൻസി പേ കൊടുത്തിട്ടാണ് റിഡൻഡൻസി വഴി ആളുകളെ പറഞ്ഞു വിടുന്നത്. ദെൻ അത് ഗുഡാണെന്ന് ചോദിച്ചാൽ ഗുഡാണ്, ബാഡാണെന്ന് ചോദിച്ചാൽ ബാഡാണ്. സോ അതിന് രണ്ടിനും റീസൺസ് ഉണ്ട്. ഗുഡാണെന്ന് പറയാൻ കാരണം എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു ക്രാഷ് അല്ലേ, ഒരു നെഗറ്റീവ് റിലേഷനിലേക്ക് പോകാതെ, നെഗറ്റീവ് ടോക്കിലേക്കൊന്നും വരാതെയാണ് ഈ റിഡൻഡൻസി പ്രൊസീജിയർ നടക്കുന്നത്. ലൈക്ക് റിഡൻഡൻസിയുടെ റീസൺ എന്താണെന്ന് എംപ്ലോയർക്കും എംപ്ലോയിക്കും ക്ലിയറാണ്. അല്ലെങ്കിൽ എംപ്ലോയറുടെ എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ കൊണ്ടല്ല അയാളെ പുറത്താക്കുന്നത്, ബട്ട് ഡ്യൂ ടു റിഡൻഡൻസി ആണെങ്കിൽ അത് അക്സെപ്റ്റബിളാണ്, പൊളിറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് വോളണ്ടറി റിഡൻഡൻസി തന്നെയാണ്. സോ ദെൻ പീപ്പിൾ ഓൾറെഡി ഇപ്പോൾ കുറേ കാലമായി ഒരു സ്ഥലത്ത് നിൽക്കുന്നവർക്ക് ഒരു ജോബ് ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഒരു സീനുണ്ടെങ്കിൽ അവർക്ക് വോളണ്ടറി ആയിട്ട് ഒരു റിഡൻഡൻസി ഓപ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഒരു ഈസി ആയിട്ട് അവർക്ക് അവിടെ നിന്ന് റിലീസ് ചെയ്യാം വിത്ത് റിഡൻഡൻസി പേ. ദെൻ നമുക്ക് ഈവൻ നമ്മുടെ കമ്പനി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ പോകണം എന്നുള്ള സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ട്രബിളിൽ നിൽക്കുന്നേക്കാളും നല്ലത് ബെറ്റർ പേ വാങ്ങിയിട്ട് റിഡൻഡൻസി ഓപ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ വർക്ക് സ്ട്രെസ് എന്നൊക്കെ ഉള്ള ഒരു റിലീസാണ്. ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ആണ്. ദെൻ റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ദാറ്റ് റിഡൻഡൻസി മേക്ക് പീപ്പിൾ മോർ ഹാപ്പിയർ, മോർ ഫുൾഫിൽഡ് ലൈഫ്സ് എന്നാണ്. അത് റിഡൻഡൻസിക്ക് ശേഷം സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ വളരെ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളതാണ് റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത്. ദെൻ അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി ഒരു ഫോർമൽ സ്ട്രിക്റ്റ് പ്രൊസീജിയർ റിഡൻഡൻസിക്ക് ആവശ്യമുണ്ട്. ദെൻ സ്മൂത്ത് ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. പെട്ടെന്ന് എംപ്ലോയിയുടെ ഫാമിലിക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ, പെട്ടെന്നൊരു ദിവസം ജോലി പോയി എന്ന് പറയും. അതുപോലെ സിഗ്നിഫിക്കൻറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും, പെർഫോമൻസ്, ലാക്ക് ഓഫ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ രണ്ടിനും ഗുഡാണോ ബാഡാണോ എന്ന് ചോദിച്ചാൽ രണ്ടിനും റീസൺസ് പറയണം. സോ അതാണ് റിഡൻഡൻസിയെ പറ്റി പറയാനുള്ളത്. ദാറ്റ് ഈസ് അബൌട്ട് റിഡൻഡൻസി. അപ്പം അതും
സീരീസിന് പഠിക്കണം. റിഡൻഡൻസി എന്താണ്, റിഡൻഡൻസിയുടെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് കേട്ടോ, അതും കൂടി പഠിക്കണം സീരീസിന് വേണ്ടി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമെന്ന് വിചാരിക്കുന്നു.